പൗരനെ കാണാനില്ല എന്ന് പരാതി. 50-കാരനായ ഇന്ദ്രകുമാർ കർക്കിയെ കഴിഞ്ഞ മാസം മുതൽ കാണാനില്ല. പരാതി നൽകി 20 ദിവസം പിന്നിട്ടിട്ടും പോലീസിന്റെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടായില്ലെന്ന് കർക്കിയുടെ കുടുംബം പറയുന്നു. കേരളത്തിലെ മെച്ചപ്പെട്ട വരുമാനവും ജീവിത സാഹചര്യവും സ്വപ്നം കണ്ടാണ് 50-കാരനായ നേപ്പാൾ സ്വദേശി ഇന്ദ്രകുമാർ കർക്കി കഴിഞ്ഞ മാസം 13-ന് തിരുവനന്തപുരത്തെത്തുന്നത്. തൊട്ടടുത്ത ദിവസം സുഹൃത്തുക്കളുമായി മ്യൂസിയം സന്ദർശിക്കാനെത്തിയപ്പോൾ വീഡിയോ കോളിലാണ് കുടുംബം കർക്കിയെ അവസാനമായി കാണുന്നത്. സ്വന്തമായി ഫോൺ ഉപയോഗിക്കാത്ത ഇന്ദ്രകുമാർ സുഹൃത്തിന്റെ മൊബൈലിലൂടെയാണ് അന്ന് വീട്ടുകാരോട് സംസാരിച്ചത്. 11 फरवरी 11 को नेपाल से निकला, तो बाद में इधर 13 को पहुंचा, तो 14 को मिसिंग हो गया. 1 PM മ്യൂസിയം പാർക്ക് से മിസ്സിംഗ് हो गया. സുഹൃത്തുക്കൾ പോലീസിന് വിവരം അറിയിച്ചെങ്കിലും ഇന്ദ്രകുമാറിനെ കണ്ടെത്താനായില്ല. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പട്ടം ജംഗ്ഷന് സമീപമുള്ള CCTVയിൽ ഇന്ദ്രകുമാറിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞതായും കുടുംബത്തോട് സംസാരിച്ച മൊബൈൽ ഉപേക്ഷിച്ച നിലയിലും പോലീസ് കണ്ടെത്തി. ഇന്ദ്രകുമാറിനെ കുറിച്ച് വിവരം ലഭിക്കാതായതോടെ മകനും അന്വേഷിച്ച് നാട്ടിലെത്തി. मेरा फैमिली में माँ है और 2 और भाई है और 3 बहन है घर में. अभी 2 बहन शादी करके बैठा गया है इधर. बहुत दिन हो गया, अभी तक कुछ खबर भी नहीं आ रहा है. मेरा मम बोलते हैं अभी थोड़ा पुलिस को भी रिटर्न करो और कोई न्यूज़ वाले को भी है तो उधर कोई हेल्प मांगो. अगर कोई कर सकता है तो थोड़ा अच्छा ही होगा. റെയിൽവേ സ്റ്റേഷനുകൾ, വിമാനത്താവളങ്ങൾ, ബസ് സ്റ്റാൻഡുകൾ എന്നിവിടങ്ങളിലടക്കം വിവരം അറിയിച്ചിട്ടുണ്ടെന്നാണ് പോലീസ് വിശദീകരണം. ഇന്ദ്രകുമാറിനെ കാണാതായി 1 മാസമാകാറായിട്ടും സൂചനയൊന്നും ലഭിക്കാത്തതിൽ ആശങ്കയിലാണ് കുടുംബവും സുഹൃത്തുക്കളും. തിരുവനന്തപുരം നഗരത്തിൽ നിന്നും ഒരാൾ എങ്ങനെയാണ് അപ്രത്യക്ഷനാവുക? 1 മാസമായിട്ടും ഇന്ദ്രകുമാറിനെ കണ്ടെത്താൻ കഴിയാത്തത് ആരുടെ വീഴ്ചയാണെന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. തിരുവനന്തപുരത്ത് നിന്നും അനീഷ് മലയൻകീഴിനൊപ്പം ദേവൻ MP, ന്യൂസ് മലയാളം.